എരുമേലി, കോട്ടയം ജില്ല എരുമേലി നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണ്, വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ ഒരു ബാങ്കുണ്ട്, ജോസ്ന ഫിനാൻസേഴ്സ്. അവിടെ 2 ചെറുപ്പക്കാർ, ഒരു സനീഷ് എന്നാണ്, അവരുടെ നേതൃത്വത്തിലാണ് വരുന്നത്. അവരാദ്യം പണയം വെക്കുന്നു, 50,000 രൂപയുടെ വള പണയം വെക്കുന്നു. പിന്നെ അത് 70,000, പിന്നെ പലതവണയായിട്ട് വന്നിട്ട്, അപ്പോൾ സ്വർണ്ണത്തിന് വില കൂടുന്നതനുസരിച്ച് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ പണയത്തിൻ്റെ തോത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും കൊള്ളാം. അവസാനം ഈ 1.5 ലക്ഷം രൂപയുടെ വീണ്ടും ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കടയുടമയ്ക്ക്, ജോസ്ന ഫിനാൻസേഴ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, വളരെ മാന്യമായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തട്ടിപ്പ് അങ്ങനെ ചതിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ലായിരിക്കാം, അതായിരിക്കും കാര്യം. അപ്പോൾ എന്തായാലും ഒരു സംശയം തോന്നിയിട്ട് തൊട്ടടുത്തുള്ള TP ബാങ്കേഴ്സിൻ്റെ ഉടമ, അദ്ദേഹത്തിൻ്റെ പേര് TP ജോസ് എന്നാണ്, അദ്ദേഹം ഇതുപോലെ ഈ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളുടെ താലൂക്ക് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വസ്തു മനസ്സിലായി, അത് ഒറിജിനൽ സ്വർണ്ണമല്ല. ഇങ്ങനെ പറ്റിച്ചു, ഞാൻ പറ്റിച്ചെന്നുള്ള വാക്ക് മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. അങ്ങനെ തട്ടിച്ചുമൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. വളരെ സൂക്ഷിക്കണം നമ്മൾ ജീവിക്കുന്ന സമൂഹം. നമ്മൾ നേരിട്ടിനിയും ഈ TP ബാങ്കേഴ്സ് ഉടമ TP ജോസിൻ്റെ, അദ്ദേഹം വളരെ വർഷങ്ങളോളം അധ്യാപകനായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജോസ്നയെ നമ്മൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞില്ല. വളരെ വൈകിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തട്ടിപ്പ് വാർത്തകളൊക്കെ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കട്ടെ, നല്ല വാർത്തകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പാതിരാത്രിയിൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഈ ഓഡിയോ സന്ദേശം കൂടി കേൾക്കണം. അവന്മാര് ജോസ്നയുടെ ഇരിക്കൽ ആദ്യം ഒരു വള കൊണ്ട് വെച്ചു, 1 പവന്റെ. എത്ര ദിവസം മുമ്പാ, അല്ല എത്ര നാൾ മുമ്പാ കറക്റ്റ് എനിക്ക് അറിയത്തില്ല, എന്നാലും ഒത്തിരി നാളായി. അതായത് 2025 ആദ്യം ഒന്ന് കൂട്ടിക്കോ. ശരി. എന്നിട്ട് അതിനുശേഷം പുള്ളിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് അത് പിടിക്കാൻ സാധിച്ചില്ല. ആ പുള്ളിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, അല്ല താങ്കളും അല്ലേ പറഞ്ഞേ? അല്ല, ഞാൻ അവിടെ ഒരു പ്യൂരിറ്റി അനലൈസർ 2-3 ലക്ഷം രൂപ മേടിച്ച് കൊടുത്തു വെച്ചിട്ട് എല്ലാരെയും കാണിക്കാൻ ഉള്ള രീതിയിൽ കയറി വരുന്ന ഉടനെ കള്ളന്മാർക്ക് മനസ്സിലാവും ഈ സംവിധാനം അവിടെ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ചെക്ക് ചെയ്ത് പിടിക്കുമെന്നറിയാം. പക്ഷെ ഈ പുള്ളി ഈ 2-3 ലക്ഷം രൂപ പോലും മുടക്കി ആ സാധനം ചെറിയ രീതിയിലുള്ളത് പോലും വെച്ചിട്ടില്ല അവിടെ. പുള്ളിയുടെ ഓവർ കോൺഫിഡൻസിൽ പുള്ളിക്ക് എല്ലാം സാധിക്കും, എല്ലാ കഴിവും ഉണ്ടെന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ പുള്ളിയെ വഴക്ക് പറഞ്ഞു. കാരണം ഞാൻ പ്രസിഡന്റും പുള്ളി മെമ്പറുമാണ്. ശരി. താലൂക്കിലോ അതോ ജില്ലയിലെയോ? താലൂക്ക് പ്രസിഡന്റാണ് ഞാനിപ്പം. ശരി. അപ്പൊ ഈ പുള്ളി എന്നെ 4 മണിയായപ്പോ വിളിച്ചു, പ്രസിഡന്റ് പ്രശ്നമുണ്ട്, വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ബാക്കിയുള്ള ആളുകളോടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെയറിലായിരുന്നു. ഞാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാൻ അവരോട് ചോദിച്ചപ്പം അവര് പറഞ്ഞു, പ്രസിഡന്റ് ഇത് എനിക്ക് വേണ്ടി വെച്ചതല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടി വെച്ചതാ. ഞാൻ പറഞ്ഞു കൂട്ടുകാരനെ വിളിക്കാൻ പറഞ്ഞു. കൂട്ടുകാരനെ വിളിച്ചിട്ട് നമ്പർ കിട്ടുന്നില്ല. അപ്പൊ അവന്റെ ക്ലോസ് ആയിട്ടുള്ള വേറൊരു ഫ്രണ്ടും ഇവന്മാർ 2 പേരും കൂടെ കൂടിയാണ് ഈ പരിപാടി ചെയ്തത്. സംഭവം 17 ഗ്രാം. 17 ഗ്രാം. 17 ഗ്രാമത്തിന് പുള്ളി 1.65 കൊടുത്തിട്ടുണ്ട്. 1.65 കൊടുക്കുകയും ചെയ്തു. പുള്ളിക്ക് പലിശ ഇല്ലാതെ വേണം സെറ്റിൽ ചെയ്തോളാൻ ഞാൻ പുള്ളിയോട് പറഞ്ഞു. പക്ഷെ ഇവന്മാരുടെ കാശും ഇല്ല, ആര് ഈ കാശ് കൊണ്ടുപോയെന്ന് ഇവന്മാർ പറയുന്നുമില്ല. ഇവന്മാർ 2 പേരാണ്. ഇവന്മാർ എവിടുത്തെ പേരാ? ഇവന്മാർ ഞാൻ പറഞ്ഞില്ലേ, അജിയുടെ വാർഡിലെ ആളുകൾ. അജിക്ക് അറിയാം. എരുമേലിക്കാർ തന്നെ അല്ലേ? എരുമേലിക്കാര് നമ്മുടെ ചെറുപ്പക്കാരാണോ? ചെറുപ്പക്കാരാണ്. നമ്മുടെ ഒന്നും പ്രായമൊന്നുമില്ല. അതൊക്കെ എന്നാ വഞ്ചനയായി ചെയ്യുന്നു. വഞ്ചന എന്ന് പറഞ്ഞ അതിനേക്കാളും രസം ഇവന്മാരുടെ എന്ത് ചെയ്താലും അവിടെ ഒരു 5-10 ഗുണ്ടകളെ വരെ ഇവിടുന്ന് എത്തിട്ട് പറഞ്ഞു, പ്രസിഡന്റ് പൊക്കോ, ഇവന്മാരെ എല്ലാം ഇപ്പം ഞങ്ങൾ തീർക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവര് നിങ്ങൾക്ക് തീർക്കാൻ പോകുന്ന അവിടെ കൂടിയ കുറെ ഗുണ്ടകള്. അപ്പം അതിനകത്ത് ഭയങ്കര രസമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഗുണ്ടായുസൊന്നും ഞാൻ നടപ്പിക്കാൻ അനുവദിക്കത്തില്ല. എരുമേലിലെ ജോസ്ന ഫിനാൻസിന്റെ മുമ്പ് താങ്കൾ പറഞ്ഞോ? എരുമേലിലെ ജോസ്ന ഫൈനാൻസ് വെച്ച് ഞാൻ പറഞ്ഞു ഇവിടെ ഗുണ്ടായുസം ഒന്നും ആരും അടിപിടി ഒന്നും നടക്കത്തില്ല. മര്യാദക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത്
കണ്ടുപിടിക്കാൻ ഒക്കുകയും കണ്ടുപിടിക്കില്ല, ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ആ അപ്പം അവന്മാർ എന്ത് ചെയ്താൽ സമ്മതിക്കാതെ വന്നപ്പോൾ ഞാൻ അടിപിടി ഒന്നും സമ്മതിച്ചില്ല. ഉടൻ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഒരു 15 മിനിറ്റിനുള്ളിൽ വന്നു. അവന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ തന്നെ ഇതെങ്ങനെയാ ജോസേട്ടാ മനസ്സിലായത്? ഇത് വ്യാജനാന്ന് എങ്ങനെ മനസ്സിലായത്? പറയാം. അതായത് എന്റെ വരികയാണെങ്കിൽ ഞാനിത് മനസ്സിലാക്കി തരാം. ഇപ്പൊ നമ്മള് മൊബൈലുകൾ പറഞ്ഞാലോ ഒരു പരിധി വരെ മനസ്സിലാകത്തില്ല. കാരണം ഒരു വള താഴെ വീഴുമ്പം ഉള്ള ശബ്ദം അത് നാദമുണ്ട് അല്ലേ? ഈ പള്ളിമണി അമ്പലമണിയൊക്കെ നാദം പോലെ ആ ശബ്ദം. അല്ലാത്തത് ഒരു കല്ല് വീഴുന്ന ശബ്ദമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ പറയുന്ന ഒരു കാര്യം അത് പറയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അവിടെ ഞാൻ അടിപിടിയൊന്നും സമ്മതിച്ചില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അടിപിടിയൊന്നും നമുക്ക് യോജിച്ചതല്ല, ഇവരെ പോലീസിൽ ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞ് പോലീസ് വരുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നു. പോലീസ് ഇവന്മാരെ ചോദ്യം ചെയ്തപ്പോഴേ മനസ്സിലായി സംതിങ് റോങ് വിത്ത് ദോസ് 2 പീപ്പിൾ. അപ്പൊ പോലീസ് പറഞ്ഞു ഇത് ഇവന്മാർ ശരിയല്ലെന്ന് മനസ്സിലായി, ശരിയല്ലെന്ന് പിടികിട്ടി. ഉടൻ തന്നെ ഇവന്മാരെ പൊക്കിക്കൊണ്ട് പോലീസ് പോയി. നമ്മുടെ ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ലായിരിക്കും. ഇല്ല, റിക്കവർ മീൻസ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ജോസ്ന ഫിനാൻസിന് മനസ്സിലായി ഇത് ഉടായ്പ സാധനമാണെന്ന് മനസ്സിലായി അല്ലേ? ഇതിലെ സ്റ്റോറി അത് മാത്രമല്ല കൂട്ടുകാരാ, ജോസ്ന ഫൈനാൻസിൽ ഈ ഗോൾഡ് ഇരിക്കുകയായിരുന്നു. അപ്പം ഇത് നമ്മളെ പോലെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അവിടെ തന്നെ ഇരുന്ന സംഭവം 4ാം പ്രാവശ്യം ഇവന്മാർ വന്ന് കാശ് ചോദിച്ചു. 5ാം പ്രാവശ്യം ഇവന്മാർ ഇത് വിൽക്കാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞു. കാരണം 1.5 ലക്ഷം രൂപ പോയി അല്ലേ? 1.65 പോയി. 1.65 പോയി. വെരി ഗുഡ്. 1.65 പോയി. ബാക്കി കാശും കൂടെ വിറ്റിട്ട് ബാക്കി കാശും കൂടെ ഇവന്മാർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കേക്ക് ഞാൻ പറയുന്ന രസമുണ്ട്. എന്നിട്ട് 1.65 കഴിഞ്ഞിട്ട് ബാക്കി കാശും കൂടി ഇവന്മാർ കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് കിട്ടുമെന്നുള്ള രീതിയിലാണ് ഇവന്മാർ വരുന്നത്. അന്നേരമാണ് ഈ ഉണ്ണാക്കന് ബോധം ഉണ്ടായിട്ട് ഈ സംഭവം കട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പുള്ളിക്ക് മനസ്സിലായത് ഇത് സംഭവം പുള്ളിക്ക് തട്ട് കിട്ടിയെന്ന്. അമ്മാരുമാണ് എന്നെ വിളിക്കുന്നത്.